എന്താ അത്യാവശ്യമോ? നീ ആ ശ്രീകാര്യത്തെ SBT ബാങ്കിന്റെ ATM കൗണ്ടറില്ലേ? എന്റെ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല. എന്റെ അമ്മയായി പോയില്ലേ? പറയാതിരിക്കുന്നത് ഭംഗിയല്ലെന്ന് കരുതി ദൈവം എനിക്കൊരു വഴി കാണിച്ചത്. എന്ത് പറയാനാണോ? ഓർത്തിട്ട് ഒരെത്തും പിടി കിട്ടുന്നില്ല. വക്കീലത്രേ, വലിയ വക്കീല്. സ്വന്തം തള്ളയ്ക്കും തന്തയ്ക്കും ഉദിച്ച് സ്നേഹം കൊടുത്തുവെന്ന് വെച്ച് തന്നെ ആരും തൂക്കാനൊന്നും വിധിക്കില്ല. വേണ്ട ദിവാര, ഒക്കെ ഞങ്ങളുടെ വിധിയാണെന്ന് കരുതിക്കൊള്ളാം. ഞാനിപ്പോൾ തന്റെ കാര്യം ഓർത്തതേ ഉള്ളൂ. ആദ്യകാല ശങ്കരേട്ട, നിങ്ങൾ എന്നും ഇങ്ങനെ അച്ഛനും മകനും ഇന്ത്യയും പാകിസ്ഥാനും കളിച്ചിരുന്നാൽ പറ്റില്ല. ദിവാര, നിനക്കറിയാമല്ലോ എന്തെന്താഗ്രഹം വെച്ചാണ് ഞാൻ അവനെ പഠിപ്പിച്ച്. വക്കീൽ ഓഫീസിലെ ഗുമസ്തപ്പണി കൊണ്ട് ഒരു കുടുംബം നടത്തുവാൻ വളരെ വിഷമമാണല്ലോ. നിങ്ങളിങ്ങനെ ദണ്ഡപ്പെടുവാൻ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അച്ഛൻ നേരെയാകണമെങ്കിൽ ഒരു കല്യാണം കഴിച്ചു കൊടുക്കണം. പിന്നെ എപ്പോഴും ഇങ്ങനെ ഔട്ട് ഓഫ് റേഞ്ച് ആകില്ലല്ലോ. എന്നെ ആശ്വസിപ്പിക്കുവാൻ അവനെ ഇങ്ങനെ ന്യായീകരിക്കരുത്. ശങ്കരേട്ട, എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. സുശീലക്കൻ എങ്ങനെയുണ്ട്? ഇന്ന് ഡോക്ടറെ കാണിക്കേണ്ട ദിവസമല്ലേ? വലിയ വക്കീലിന്റെ അമ്മയല്ലേ? ഒന്ന് കൊണ്ടുപോകാൻ പറയരുതായിരുന്നു. അയാൾ ഒത്തിരി ജോലി തിരക്കുള്ളതല്ലേ? ഞാൻ എന്റെ സുശീലയെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയിക്കോളാം. മകന് വേണ്ടെന്ന് വെച്ച് എനിക്കവളെ കൊണ്ടുകളയാൻ പറ്റുമോ? താനാരെയാ വിളിക്കുന്നത്? എന്റെ മോനെ ശങ്കരേട്ട. മോനെ, വണ്ടിയെ കൊണ്ട് ശങ്കരമാവന്റെ വീട് വരെ വരണേ. ആന്റിയെ ഡോക്ടറെ കാണിക്കാൻ പോവാനാ വൈകരുത്. അവളൊരുത്തിയ ഇതിനൊക്കെ ശങ്കരേട്ടൻ ആരെയാ സഹായിക്കുന്നത്? എന്റെ കുഞ്ഞുമോൾ സ്നേഹ അച്ഛനെയും അമ്മയും ഭരിച്ചാക്കി അവളൊക്കെ പോയില്ലേ ദിവാര? സ്നേഹമോണം വിധിയെ തടുക്കാൻ നമുക്കാകില്ലല്ലോ. ഇന്നാട്ടിലെ എല്ലാ കാര്യങ്ങളും വാസ്തവമായി ഓടിയെത്താറുള്ള അന്ന് നിങ്ങളിങ്ങനെ സങ്കടപ്പെടാൻ ഞങ്ങൾ മരണം റോഡപകടത്തിന്റെ രൂപത്തിലല്ലേ സ്നേഹമോളെ കൊണ്ടുപോയത്? പറഞ്ഞത് നേരാണോ? എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടില്ലെന്നറിയാം. അതല്ലേ ദൈവം എന്നെ ഈ രീതിയിൽ പരീക്ഷിക്കുന്നു. ആ സ്നേഹത്തിന്റെ വേർപാട് ഈ ഗ്രാമത്തെ മുഴുവൻ കരയിച്ചപ്പോഴും അചഞ്ചല ഹൃദയത്തോടെ ശങ്കരേട്ടൻ ചെയ്ത പുണ്യങ്ങൾ മറന്നുപോയോ? സ്നേഹമോളുടെ രണ്ട് കണ്ണുകൾ കൊണ്ട് രണ്ടുപേർക്ക് വെളിച്ചമേകിയില്ലേ? സ്നേഹമോളുടെ കരൾ കൊണ്ട് മറ്റൊരാൾ ജീവിതത്തിലേക്ക് മടങ്ങിയില്ലേ? തുടിക്കുന്ന ഹൃദയം കൊണ്ട് ഏതോ ഒരാൾ ഇന്നും ജീവിക്കുന്നില്ലേ? അത്രയ്ക്ക് വലിയ മനുഷ്യനായ അങ്ങ് നിങ്ങൾ എന്തിനിങ്ങനെ സങ്കടപ്പെടണം? ഒക്കെ ശരിയാണ് ദിവാര, പക്ഷെ ദൈവത്തിന് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അതല്ലേ എന്റെ ജീവിതത്തെ ഇത്രമാത്രം പരീക്ഷിക്കുന്നു. ആ സങ്കടത്തിൽ തളർന്നു വീണ എന്റെ സുശീല 2 കാലുകൾ തളർന്ന് വീൽ വണ്ടിയിൽ അളന്ന കാര്യം ദൈവം എന്തേ അറിയുന്നില്ല. അന്നും ഇന്നും ഞാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നു. അവരെ പട്ടിണിയിലും ഒന്നും അറിയിക്കാതെ അവരെ പഠിപ്പിച്ചു വലിയൊരു അഭിഭാഷകനാക്കി.
കാര്യം അപ്പൊ വാപ്പ തിരിച്ചിട്ടാണോ കണ്ടത് മാത്രം താനാരാ? തനിക്ക് എന്ത് വേണം? ഞാൻ അച്ഛനായാലും അവിയലായാലും എനിക്കെന്താ? താൻ വന്ന കാര്യം പറയണോ? മനുഷ്യൻ തലയ്ക്ക് തീ പിടിച്ച് നിൽക്കുമ്പോഴാ അയാൾ എഴുന്നള്ളത്ത്. എന്നാ എല്ലാവരും എന്നെ വിളിക്കുന്നത് എന്ന് വെച്ചാൽ എച്ച് രാമകൃഷ്ണൻ. അതാണ് ഈ എച്ച. എങ്ങനെ അല്ല സാറാരാണോ? കേട്ടോ വെച്ചാലേ ഞാൻ എംഡിയാ. എംഡിയോ? എവിടത്തെ? ചായക്കടയിലെ? പക്ഷെ കണ്ടാ തോന്നില്ല കേട്ടോ. എങ്ങനെ? കേട്ടോ വെച്ചാലേ എംഡി എന്ന് വച്ചാൽ എം ദിവാകരൻ. എങ്ങനെ എങ്ങനെ? കഴുത്തേൽ ഒരു കയ്യും കെട്ടി നടുവളയുന്ന ഒരു ബാഗുമായി താൻ എന്തിനാണോ കാലത്തെ ഇങ്ങോട്ട്? സാറേ എല്ലാ വഴിയും എനിക്ക് ഒരുപോലെയാ. സാറ് പറഞ്ഞാട്ടെ എന്ത് പണിയും ഞാൻ ചെയ്യും. തനിക്ക് എന്ത് പണി അറിയാം? സാറേ പറഞ്ഞാട്ടെ മരപ്പണി വേണോ? ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് അങ്ങനെ പോവും. ഈ ബാഗ് കണ്ടോ? പറഞ്ഞാട്ടെ താനീ പറഞ്ഞ ജോലികളും തന്റെ ഈ വേഷം തമ്മിൽ ഒരു മാച്ചും ഇല്ലല്ലോ. സാറേ എംഡി സാറേ പണിയും വേഷം തമ്മിൽ എന്താ കാര്യം? ഈ വേഷത്തിലാണെങ്കിൽ എവിടെയും കയറി ചെല്ല. ഒരു ഹൈടെക് സിറ്റി അല്ലേ? ആക്രി വേഷത്തിലാണെങ്കിൽ ആരും കയറ്റി തുറക്കേയില്ല. വേണമെങ്കിൽ പട്ടി അഴിച്ചു വിടും. എങ്ങനെ? തനിക്ക് വേറെന്തെങ്കിലും പണി അറിയാമോ? പിന്നെ എന്തറിയാം? ഞാൻ ട്രെയിനർ അല്ലേ സാറേ? ട്രെയിനർ? സാറ് TV ഷോകൾ കണ്ടിട്ടില്ലേ? റിയാലിറ്റി ഷോകള്. സ്റ്റാർട്ടിങ് സുന്ദരനും സുന്ദരി കോടീശ്വരൻ ദേ പോയി ഇതിലൊക്കെ കൈയടിക്കുന്നത് ആരാ? ചിരിക്കുന്നത് ആരാ? ഇതിലോകം മർത്തിയാ മതി. പിന്നെ സാറേ നമ്മളെ കൊച്ചമ്മമാർക്ക് ജടമുടിയുള്ള പട്ടികളാണോ? ഇതിലോട്ടെ അതൊരു സംഭവമാണല്ലോ വെച്ചാൽ ഇതൊക്കെ താൻ എവിടുന്ന് പഠിച്ചെടുത്തോ? സാറേ ഒന്നും പറയണ്ട. ഞാനൊരു വലിയ പഠിപ്പിച്ച ഒത്തിരി പഠിച്ചിട്ട് ഇങ്ങനെ നടക്കാനാ യോഗം. ഒത്തിരി എന്ന് വെച്ചാൽ ഏതുവരെ? ഞാൻ MA പയ്യല്ലേ സാറേ. കൂടെ പഠിച്ചവരൊക്കെ MA IAS ഒക്കെ ആയിട്ട് ഞാൻ മാത്രമാണ് സാറേ MA പയ്യ. വായിക്കൊള്ളാത്തൊരു ഡിഗ്രി സാറേ എംഡി സാറേ വെരി സിമ്പിൾ. MA എന്ന് പറഞ്ഞാൽ എന്താ? മെട്രിക്കുലേഷൻ അപ്പിയർ. BF എന്ന് പറഞ്ഞാൽ എന്താ? ബട്ട് ഫെയിൽഡ്. IAS എന്ന് പറഞ്ഞാലേ ഇൻ ആർട്ട് സബ്ജക്ട്. എങ്ങനെ? എന്ന് വെച്ചാൽ താൻ 10ാം ക്ലാസ്സിൽ 8 നിലയിൽ കൊട്ടിയ വിൽക്കാനത്ത് സാറിന്റെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ പരിശോധിച്ചില്ലേ സാറേ? ഇനി വല്ല പണിയുണ്ടെങ്കിൽ പറയും സാറേ. പൊന്ന് വെച്ചാലേ തനിക്ക് തരാൻ ഇവിടെ പണി ഒന്നുമില്ല. ഒന്ന് പോയി തരാമൂടെ? സാറേ സാറിന്റെ ഹാർഡ്വെയർ മൊത്തം കണ്ടിട്ട് എന്തേ സാറേ വല്ല പണിയും തരാത്തത്? ചുരുങ്ങി പക്ഷെ വല്ല ആക്രി തന്നെ പറഞ്ഞിട്ടൂടെ? ഇവിടെ ആക്രി ബേക്കറി ഒന്നുമില്ല. എന്നെ മാറ്റിക്കൊണ്ട് പോണേ. സാറേ ഇവിടെ ബാച്ചിലേക്ക് ഉണ്ടോ? നല്ല കേസ് ഞാൻ അറേഞ്ച് ചെയ്തു തരാം. അങ്ങനെ കഴിക്കുവാ. എങ്ങനെ?
ഇല്ലെങ്കിൽ ഡീറ്റെയിൽസ് പറ. നല്ല കേസ് അറേഞ്ച് ചെയ്തു തരാം. ഇവിടെ പൊന്നു മോനെ, ഞാൻ കല്യാണം കഴിച്ച് 2 കുട്ടികളുള്ളവനാ. താനൊന്ന് പോട്. അത് മുമ്പായി. ആഹാ, നിങ്ങൾ ഇവിടെ എത്തിയോ? ഇവിടെ എന്താണോ വേഷം? അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ, ഇല്ലെങ്കിൽ എനിക്ക് പണിയാണ്. അഭിക്കൊച്ചെ, തനിക്ക് ഈ എച്ചാറിനെ നേരത്തെ അറിയാമോ? ഈ പഴയ റേഡിയോ ഞാൻ എടുത്തോട്ടെ. നിങ്ങൾ പറഞ്ഞോളൂ. പഴയതായിട്ട് ഇവിടെ ഒത്തിരി ഉണ്ട്, വേണമെങ്കിൽ താൻ എടുത്തോളൂ. എന്താ ഇത്? ഈ എച്ചാറും അയാളുടെ ആവശ്യങ്ങളും തനിക്ക് തന്നെ മാതാപിതാക്കളൊക്കെ വലുതാണോ? ഇതിലെ പാട്ടും കേട്ട് ഈ ചാരകത്തിൽ കിടന്നല്ലേ നിന്റെ അച്ഛൻ എല്ലാം മറന്നു ഉറങ്ങുന്നത്? അങ്കിൾ, നിങ്ങൾ അതിലിടക്കുന്നു. എന്റെ അച്ഛന്റെ ഒറ്റ സുഹൃത്തായിട്ട് മാത്രം ഞാൻ ക്ഷമിക്കുന്നു. നമുക്ക് പോകാം. ഒരു പെൺമനം
അങ്ങളെ ഇത് ഞാനാ ജ്യോതിഷ്. ഒന്ന് പുറത്തേക്ക് വരൂ. എന്താ വക്കീലത് രാവിലെ ഇങ്ങോട്ട് ഈ വേഷത്തിൽ? എന്ത് പറ്റി ജ്യോതിഷേ? ദേഹമാനം ചോര വരുന്ന വഴിക്ക്. ഏയ്, എനിക്കൊന്ന് വേഷം മാറണമായിരുന്നു. അഭിലാഷ് എവിടെ? കാലത്തെ പോയല്ലോ. അയാൾ വലിയ തിരക്കുള്ള വക്കീലല്ലേ? ഓടിയ പോയി. വക്കീലിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞില്ല. ഇന്ന് ആന്റിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ദിവസമല്ലേ? നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് ഓഫീസിൽ പോകാമെന്ന് കരുതി ഇറങ്ങിയതാണ്. ഞാൻ ആ ഗേറ്റിന് പുറത്ത് കാർ നിർത്തിയത് എനിക്ക് പിന്നിൽ ഒരു അലർച്ച. ഒരാൾ കിടന്ന് പിടയുന്നതാണ് ഞാൻ കണ്ടത്. തെളിച്ച് പറയണ്ട വക്കീൽ. ഇടിച്ചിട്ട വാഹനം അല്പം മാറ്റി നിർത്തിയിരിക്കുന്നു. ഒരു സ്ത്രീയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. അവർ പെട്ടെന്ന് ഇറങ്ങി പിറകിലിരുന്നു. പിറകിലിരുന്ന ഒരാൾ പെട്ടെന്ന് മുൻസീറ്റിൽ കയറി അതിവേഗം വണ്ടി ഓടിച്ചു പോയി. കഷ്ടം തന്നെ. ആരാണ് അപകടത്തിൽപ്പെട്ടെന്ന് അറിയാമോ? അത് ആ തട്ടുകടക്കാരൻ കുട്ടപ്പൻ ചേട്ടനെയാണ് വണ്ടി തട്ടിയത്. പൈപ്പിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ട് കടയിലേക്ക് തിരിച്ചു നടക്കുമ്പോഴായിരുന്നു. നല്ല പരുക്കുണ്ട്. ധാരാളം ആൾക്കാരവിടെ കൂടി. നമ്മുടെ ബാലനും സുഹൃത്തുക്കളുമൊക്കെ കാറുമായിട്ടൊക്കെ വന്നു. പക്ഷെ ഞാൻ എന്റെ കാറിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തിട്ടാ വരുന്നത്. ഓരോ വസ്ത്രവുമായി ഇങ്ങോട്ട് വരണ്ടായിരുന്നു. വക്കീലിങ്ങനെ എല്ലാവരെയും സഹായിച്ച് നടന്നാൽ മതിയോ? ഇന്ന് ആന്റിയെ ഡോക്ടറെ കാണിക്കാൻ വരാമെന്ന് ഞാൻ ഏറ്റതല്ലേ. എല്ലാം നടക്കണ്ടേ? ഡ്രസ് മാറാൻ പോയാലേ വാർത്ത പാലിക്കാനാവില്ലല്ലോ. ഞാൻ പോയി വേഷം ഒന്ന് മാറി. ഓനകത്ത് പോയി പ്രശ്നമാണ്. വല്ലാത്ത പരീക്ഷണം തന്നെ ശങ്കരേട്ടൻ. അച്ഛനും അമ്മയും ഒക്കെ സങ്കടക്കിടന്നിൽ കിടന്ന് ശ്വാസം വിട്ടുമ്പോൾ കൈത്താങ്ങായി നിൽക്കേണ്ട ഒരേ ഒരു മകൻ ഒന്നും അറിയാത്തവരെ പോലെ ഇങ്ങനെ പെരുമാറുമ്പോൾ കരൾ നീറുന്നു ശങ്കരേട്ട. വേണ്ട ദിവാര, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒക്കെ എന്റെ തെറ്റാ, എന്റെ മാത്രം. അതല്ല ശങ്കരേട്ട, അയാളും നിയമം പഠിച്ചതല്ലേ. ശങ്കരേട്ടന് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയാം. താൻ എന്ത് പറയുന്ന? ഈ വീടിനെയും പെറ്റമ്മയെയും ഈ ഭാഗങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചുമത്തുന്ന അച്ഛനെയും സംരക്ഷിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള അഭിലാഷിന്റെ കടമയെപ്പറ്റി. വേണ്ട ദിവാര, കടമകളൊന്നും അവന് മറികടക്കാനാവാത്ത കടമകളാണ് ദിവാര. ശരിയാണ് ശങ്കരേട്ട, ഞാൻ അങ്ങനെ ഒന്നും പറയരുതായിരുന്നു. അന്യനെന്നും അന്യൻ തന്നെ. താൻ ആരാണോ വീണ്ടും വിളിക്കുന്നത്? എന്റെ മോനെ ശങ്കരേട്ട, വരാൻ പറഞ്ഞിട്ട് ഒരുപാട് സമയമായി, ഇതുവരെ കണ്ടില്ല. വേണ്ടായിരുന്നു ദിവാര, നമുക്കൊരു ടാക്സി പിടിച്ച് പോകാമായിരുന്നു. ടാക്സി ചുമ്മാതൊന്നും ഓടില്ലല്ലോ ശങ്കരേട്ട. ശങ്കരേട്ടന്റെ മനസ്സ് എനിക്കറിയാം. പക്ഷെ ദൈവം പോലും ഇതൊന്നും അറിയുന്നില്ലല്ലോ. ജ്യോതിഷ് ആരെന്നാ പറഞ്ഞ? അതെന്താ ദിവാര, താൻ ഇപ്പോൾ പുതിയൊരു കാര്യം ചോദിക്കുന്നത് പോലെ? നിനക്കറിഞ്ഞുകൂടെ അവർ ഉറ്റ സുഹൃത്തുക്കളാണെന്നും ഒരേ അഡ്വക്കേറ്റിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്നും? അല്ല, അച്ഛനെയും അമ്മയും കൂട്ടുകാരൻ വക്കീലിനെ ഈ അച്ഛനെയും അമ്മയും എന്തിന് ഈ എന്നെയും ഇഷ്ടമാ, ബഹുമാനമാ. ചേർച്ചയില്ലാത്ത ആ സൗഹൃദം കണ്ടപ്പോൾ ഒന്നൊരു കൗതുകം. അതാണ്. ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കാറില്ല. നല്ലവനായ ഒരു ചങ്ങാതിക്ക് എന്റെ മകനെ തിരുത്തുവാനായാൽ അതൊരു കുടുംബത്തിന്റെ പ്രകാശമല്ലേ? പ്രകാശമോ വിളക്കോ എന്തുമാകട്ടെ, എല്ലാം നടന്നാൽ മതിയായിരുന്നു. രാജേഷേ, ഇന്നത്തെ കേസെല്ലാം മാറ്റിവെക്കാനായി അപേക്ഷിച്ചു. ഇന്നെനിക്ക് എത്താൻ പറ്റില്ല, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഓക്കെ ഓക്കെ, ഒത്തിരി ലേറ്റായി. അതാ ദിവസനെ വിളിച്ച് പറഞ്ഞത്. നമുക്കിറങ്ങിയാലോ?
എന്നാ പിന്നെ മകനെ വിളിച്ച് പറയട്ടെ വരണ്ട എന്ന്. ഞാൻ നിങ്ങളോടൊപ്പം പറ മോനെ, ഒന്ന് ഉറച്ചു പറയടാ. അത് ശരി, എന്തോന്നിനു വേണ്ടിയിട്ട്? ശരി മോനെ. വക്കീലെ, ഇന്ന് ആശുപത്രിയിൽ ആരും പോകുന്നില്ല. അഭിലാഷ വിളിച്ചത്. ആശുപത്രി ഇരിക്കുന്ന സ്ഥലത്ത് ഹർത്താലാത്ര. ആരെങ്കിലും ഉറക്ക തുമ്മിയിരിക്കും. ഹർത്താലിനാണ് മതിയായ കാരണം തന്നെ. ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഇനി എന്ത് ചെയ്യും? സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാൻ ഒരു ഹർത്താലിനോ ബന്ദിനോ കഴിയില്ല. അങ്ങളെ, ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നില്ലേ? പൊതുനീതിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാവരും വിസ്മരിക്കുന്നു. ഞാൻ പോയി ഡോക്ടറെ കണ്ട് മറ്റൊരു ഡേറ്റ് വാങ്ങാം. ഇങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് വക്കീലന്മാർക്ക് ചേർന്നതല്ല കേട്ടോ. താനായിരുന്നു എന്നാണോ ഇങ്ങോട്ടൊക്കെ തന്നെ വന്ന് കാണണമോ? അത്ര തന്നെ. സാക്ഷി വിസ്താരത്തിനോ അതോ മൊഴിയെടുക്കണോ? ജസ്റ്റിവരാണ് അങ്ങനെ തന്നെ വിചാരിച്ചു. തന്നെ വന്ന് ക്രോസ് എക്സാമിൻ ചെയ്യാനാണ് പരിപാടി. എന്താ പേരില്ലേ? അടിച്ചോ അടിച്ചോ. എന്താണോ കേട്ടത്? ഇതിലോ അതോ പിന്നലോ? രണ്ടുമാണ്. എന്നാൽ രണ്ടുമല്ല. ഇതൊരു ലോയൽറ്റി കേസ് എന്ന് വെച്ചാൽ അത് തന്നെ പരസ്പര വിശ്വാസത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും ഒക്കെ ലംഘനമാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ലോയൽറ്റി കേസാണ്. ഇന്നെന്താ വിശേഷിച്ച് ഇങ്ങോട്ട് തന്നെ എഴുന്നള്ളിയത്? വിശേഷമുണ്ട് വക്കീലേ. ഞാനറിയാത്ത എന്ത് വിശേഷമാണ് ഈ വീട്ടിൽ? ജ്യോതിഷാണ്. അതെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ശരി, ഓക്കെ. ഞാൻ അഭിലാഷത്തിന്റെ വീട്ടിലുണ്ട്. ഓക്കെ ഓക്കെ. ഡോക്ടർ സുശീലിനാണ് വിളിച്ചത്. അദ്ദേഹം ഇങ്ങോട്ട് വരുന്നു. ഡോക്ടറിനോട് വല്ല കേസുണ്ട് നമ്മളുമായി? വക്കീലന്മാരെ കാണുന്നവർക്കെല്ലാം കേസുണ്ടാകണമെന്നില്ലല്ലോ. അതുകൊണ്ട് നീ അതങ്ങ് മറന്നേക്കോ അഭിലാഷേ. ഇന്ന് ആന്റിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ദിവസമല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിയോളൂ. പോകാൻ വരട്ടെ. അമ്മയുടെ കാര്യത്തിൽ നിനക്ക് ഒരു ബോധറേഷനുമില്ലേ അഭിലാഷേ? വേണ്ട ജ്യോതി, നമുക്ക് ആ വിഷയം സംസാരിക്കണ്ട. അതെങ്ങനെ? എന്റെ അച്ഛന്റെയും അമ്മയുടെയും കാര്യങ്ങൾ നീ അറിയണം. അവർക്ക് നീയല്ലാതെ മറ്റാരുമില്ല. നീ എന്തിനാ അഭിലാഷേ കടമകളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്? ഇതൊന്നും ദൈവം പൊറുക്കില്ല ചങ്ങാതി. ദൈവം പോലും ദൈവം മണ്ണാകട്ട വേഗം പറ്റിപ്പോയ ഹൃദയങ്ങളിലേക്ക് വേദനയുടെ മരുഭൂമിയിലെ കുടിമണൽ നീ വാങ്ങി നിറഞ്ഞത്. പ്ലീസ്, നീ ധരിച്ചിരിക്കുന്ന നിരാശയുടെ മേലെടുപ്പ് നീ കീറി എറിയണം. നിന്റെ കാഴ്ചകളിൽ ധിക്കാരത്തിന്റെ തിമിരം വളരുന്നു. ഇതൊന്നും നിനക്ക് ചേരില്ല. നീ ചേരില്ല. എനിക്ക് ചിതറിപ്പോയ വളപ്പൊട്ടുകളാണ്. ഇവിടെ ഈ പിടിക്ക് വസന്തമായിരുന്നു. മരണം എന്റെ അനിയത്തെ എതിർത്തപ്പോൾ താങ്ങിപ്പറഞ്ഞ ദൈവങ്ങളെന്തേ ഞങ്ങളോട് കണ്ണകട്ടിയില്ല? പറയണോ? പറ. അതൊന്നും നമുക്ക് തടുക്കാനാവില്ലല്ലോ.
വേണ്ട ജ്യോതി, വേണ്ട. ഒരു ഫിലോസഫിക്കും എന്റെ കരൾ നീക്കലിന് ഹിന്ദി അറിയാനാവില്ല. മറ്റൊരു മരണം, ഒരു വേള അതെന്റേതായിരിക്കാം. എനിക്ക് സമാധാനത്തിന്റെ വഴി അതായിരിക്കാം. കൊള്ളാം കൊള്ളാം. ഇതോ വക്കീലെ, നിന്റെ അച്ഛനമ്മമാരെ പറ്റി ഒരു നിമിഷം നീ ചിന്തിക്കാത്തത്? വിധി വീൽ ചെയറിലേക്ക് വലിച്ചെറിഞ്ഞ നിന്റെ അമ്മ നിശബ്ദയായി നീറി കരഞ്ഞുകൊണ്ട് ഈ വീടിനകത്ത് തുടങ്ങുന്നത് നീ എന്റെ മറന്നുപോകുന്നു. പറയണോ? പറ. ഞാൻ പറഞ്ഞപ്പോൾ എന്താ ഡോക്ടർ ഇതുവഴി? ഇവിടെ ഒരു ഡോക്ടറുടെ വേണ്ട ജനകീയ പ്രശ്നങ്ങളൊന്നുമില്ല. മൾട്ടിനാഷണൽ വൃത്തിയാക്കിയ പരിസ്ഥിതി പ്രശ്നവുമില്ല. മെഡിക്കൽ എത്തിക്സിനെ പറ്റിയുള്ള ചാനൽ ചർച്ചകളുമില്ല. പിന്നെ എന്തിനാണാവോ ജനങ്ങളുടെ ഡോക്ടർ ഇങ്ങോട്ട്? അതോ അതിലേ ഒരു ജനപ്രിയ ഡോക്ടറോട് ഇങ്ങനെയൊന്ന് സംസാരിക്കും? പ്രത്യേകിച്ച് ഇവിടെ വന്നയാൾ നമ്മുടെ അതിഥിയല്ലേ? ഡോക്ടർ ഇരിക്കണം. അഭിലാഷേ, എനിക്ക് തന്റെ അമ്മയെ ഒന്ന് കാണണം. ആശുപത്രിയിൽ നഴ്സുമാരുടെ സമരം കാരണം അവിടെ ഓപ്പിയിലൊന്നും പ്രവർത്തിക്കുന്നില്ല. ഒന്ന് കൂട്ടിയിട്ട് വരും. സ്വാശ്രയ കോളേജുകളിൽ നോട്ട് കെട്ടുകൾ അടവച്ചു കഴിഞ്ഞ ജനസിൽപ്പെട്ട ഡോക്ടർമാരെ മാത്രമേ അവരൊക്കെ തനിക്കറിയൂ. ഇതിനും വേറെയാണ്. നമസ്കാരം ശങ്കർജി. അഭിലാഷേ, എനിക്കിപ്പോൾ മരുന്നിനേക്കാളേറെ ആവശ്യം നിങ്ങളുടെയൊക്കെ സ്നേഹവും പരിചരണവും. അതിനുവേണ്ടി ശ്രമിക്കണം, ശ്രദ്ധിക്കണം. സോറി ഡോക്ടർ, ഉപദേശം ഫ്രീ ആണെന്നറിയാം. എങ്കിലും ചോദിക്കുക, വീട്ടിൽ വന്ന അമ്മയെ പരിശോധിക്കുവാനും ഇങ്ങനെ സൗജന്യ ഉപദേശ ചികിത്സ നടത്തുവാനും എന്താണാവോ കാരണം? സ്വയം പരിശോധിച്ച് തീർപ്പ് ലഭിച്ചാൽ പോരെ? അങ്ങനെയല്ല ചോദിച്ചേ, ഒന്ന് പറഞ്ഞു കൊടുക്കുക. ആന്റിയെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹമാണ് ഇവിടെ വന്ന് നോക്കാമെന്ന് പറഞ്ഞത്. ആ വലിയ മനുഷ്യനെ നാം തിരിച്ചറിയണം. കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അങ്ങനെ സ്വീകരിക്കണം. അപ്പോൾ എന്നെക്കൊണ്ട് ഇതേ ആവും. അതൃപ്തി ഒന്നും തോന്നരുത്. അങ്ങേപ്പോലെയുള്ള ഒരു മഹാമനുഷ്യന്റെ കയ്യിൽ നിന്നും ഞാൻ ഫീസോ? മരണം അപകടത്തിന്റെ വേഷം ധരിച്ച് സ്വന്തം മകളെ തട്ടിയെടുത്തപ്പോൾ അവളുടെ കണ്ണും കരളും ഹൃദയവും ഒക്കെ ദാനം ചെയ്ത അങ്ങയുടെ മഹാമനസ്കതയ്ക്ക് മുമ്പിൽ ഞാൻ തലകുനിക്കുന്നു. ചിത്രങ്ങളായി കുറിമാരങ്ങളായി ചിലതെത്രയും ഭദ്രം കരുതി നീതോർമ്മകൾ. സോറി ഡോക്ടർ, ഈ തീരാവേദന എന്നെ ഞാനല്ലാതാക്കുന്നു.
ഇടവമാ ഭക്തരും